അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലുണ്ട്. സുഹൃത്ത് മാത്രമല്ല, നമ്മളെ അയൽവാസിയും കൂടി ഉണ്ടാ. എൻ്റെ വീട് ഇതിൻ്റെ 2-3 വീട് അപ്പുറം ഉണ്ട് എൻ്റെ വീട്. അപ്പോൾ ഇവിടെ വെള്ളത്തിന് വളരെ അയൺ കണ്ടൻറ്റ് കൂടുതലുണ്ടാ. ഞങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് വെള്ളത്തിനൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ വെക്കണത് 1354-ൻ്റെ ഒരു സിലിണ്ടർ ഉണ്ട് നമ്മളിവിടെ വെക്കണത്. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം കേട്ടോ. ഇതിൻ്റെ വാൽവ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ വാൽവും വന്ന് വെള്ളം ഒലിച്ച് വന്നിട്ട് ആ വെള്ളത്തിൻ്റെ കറയും കാര്യങ്ങളുണ്ട് ഈ കാണുന്നത്. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നും കാണില്ല. ചില സമയങ്ങളിൽ ഈ മഞ്ഞപ്പ് കൂടുതൽ കയറി വരുന്നുണ്ട്. ഫിൽറ്റർ വെക്കാൻ വേണ്ടി ഇതേപോലെ ഒരു ബേസ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കണം കേട്ടോ. ഗംഭീരമാണ് കേട്ടോ. പണി തുടങ്ങാൻ പോട്ടോ. പെട്ടെന്നൊരു മഴ വന്ന് അപ്പോൾ ആകെ വെള്ളമായി ഇവിടെ. അടുത്ത മഴ ഇന്നും മൊത്തം മഴയത്തുള്ള കളികളൊന്നും തോന്നുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടിയിലത്തെ ആയാലും മുകളിലത്തെ ആയാലും സ്റ്റെയിനറുകൾ ഇടുമ്പോൾ ഇതുപോലെ ചെറിയൊരു ലൂസിൽ വേണോട്ട് ഇടാനായിട്ട്. അല്ലെങ്കിൽ വെള്ളം ബ്ലോക്ക് ആവാനും പൈപ്പിലെ വെള്ളത്തിലെ സ്പീഡ് പറയാനൊക്കെ സാധ്യത കൂടുതലുണ്ടാ. അങ്ങനെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. 1/2 ഇഞ്ചിൻ്റെ സൈലെക്സ് ഉണ്ടോ ഫസ്റ്ററിന്. അപ്പോൾ അത് നമ്മൊരു ഏകദേശം ഒരു 10 ഇഞ്ച് കനത്തിനുണ്ട് നമ്മറുണ്ട്. അത് കഴിഞ്ഞിട്ട് 1/4 ഇഞ്ചിൻ്റെ സൈലെക്സ് ഇടും. പിന്നെ ഫൈൻ സാൻഡ് ഇടും, കാറ്റലോക്സ് ഇടും, ആക്ടിവേറ്റഡ് കാർബൺ കേട്ടോ. അങ്ങനെ നമ്മൾ 5 ഐറ്റം ഉണ്ട് നമ്മുടെ അമൗണ്ട്. ഓക്കെ, അടുത്ത നമ്മുടെ 1/4 ഇഞ്ചിൻ്റെ സൈലെക്സ് ഉണ്ടാ. 1/4 ഇഞ്ചിൻ്റെ സൈലെക്സ് നമ്മൾ ഇട്ടുന്നത്. നമ്മേ ഇവിടെ ഇപ്പോൾ പണിയെടുക്കുന്ന അവിടെ എന്നറിയോ, നമ്മൾ ടൂറിനപ്പോൾ വീഡിയോ ഇട്ടില്ല. ആദിത്യൻ ഗ്രൂപ്പ് ആ വണ്ടിയുടെ ഓണറെ വീട്ടിലുണ്ടാ. അപ്പോൾ നമ്മേ 2 ഐറ്റംസ് ഇട്ട് കഴിഞ്ഞ് ഇനി 3ാമത്തെ ഐറ്റംസ് നമ്മൾ ഫൈൻ സാൻഡ് ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തതേ അപ്പോൾ ഫൈൻ സാൻഡ് ഇട്ട് കഴിഞ്ഞിട്ടാ. അപ്പോൾ ഫൈൻ സാൻഡ് ഇട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ കാറ്റലോക്സ് ഇട്ട് തരണം. കാറ്റലോക്സ് അറിയാലോ, ഇതിന് അയൺ റിമൂവറാണ്. അപ്പോൾ ഈ കുറ്റിയിൽ ഏകദേശം നിറക്കാൻ പറ്റുന്ന പരമാവധി നമ്മൾ നിറക്കൂട്ടോ. കാരണം ഒരടി ഗ്യാപ്പ് മാത്രമേ നമ്മൾ ഇടുള്ളൂ ടൈം. ബാക്കി ഫുള്ള് നമ്മൾ നിറക്കും. ഇതിപ്പോൾ നമ്മൾ അടുത്തതേ ഈ ആക്ടിവേറ്റഡ് കാർബൺ കേട്ടോ ഇടുന്നത്. അപ്പോൾ നമ്മൾ കാറ്റലോക്സ് ഇട്ട് കഴിഞ്ഞ് കാർബൺ ഇടുന്നു. കറക്റ്റ് 13 ഇഞ്ച് കഷ്ടിയുള്ളൂ കേട്ടോ. കാരണം 12.5 ഇഞ്ച് 13 ഇഞ്ച് കറക്റ്റ് ബാലൻസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇടേണ്ടതേ ഈ വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇട്ടേക്കണതേ. അപ്പോൾ പൊന്തി നിൽക്കാതിരിക്കാൻ വേണ്ടി 2-3 കപ്പ് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിലെ നിറക്കണ പരിപാടി കഴിഞ്ഞിട്ടോ. കറക്റ്റ് ഒരടി കേട്ടോ. ഇതിൽ കൂടുതൽ ഇനി നിറക്കാൻ പറ്റില്ല. കാരണം വെള്ളം സ്റ്റോർ ആവാനായിട്ട് ഒരു 12 ഇഞ്ച് ഗ്യാപ്പ് വേണം കേട്ടോ വെള്ളം സ്റ്റോർ ആവാൻ. ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കലുകളൊക്കെയാണ്. ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇതിൻ്റെ ത്രെഡുമ്മലൊക്കെ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് തട്ടിക്കളയണം കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് ഇറക്കാം. ഓക്കെ, എന്നിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് സെറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആംഗിളിൽ വെക്കണം കേട്ടോ.
അപ്പോൾ നമ്മളെ കണക്ഷൻ കൊടുക്കലൊക്കെ കഴിഞ്ഞ് കുറേ മഴയും കൊണ്ട് പിന്നെ തുടങ്ങിയ മഴയില്ല കേട്ടോ. മഴ കംപ്ലീറ്റ് മാറി, ഇത്രയും നേരമായിട്ട് മഴ പെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെ കണക്ഷൻ കൊടുക്കൽ ബൈപ്പാസ് ഇട്ടിട്ട് നമ്മൾ ചെയ്തേക്കണേ. ഇതിപ്പോൾ 1.25 പൈപ്പാണ് ഇവിടുന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, 1.25 പൈപ്പും വന്ന് കൊടുക്കാൻ നിന്നില്ല. നമ്മൾ 1.5 പൈപ്പായിട്ട് റെഡ്യൂസ് ചെയ്ത് മാറ്റി. എന്നിട്ട് ഇവിടുന്ന് 1.5 ഈ മൾട്ടിപ്പോർട്ട് 1.5 തന്നെയാണ് അതിൻ്റെ സെറ്റിങ്സ് എടുത്തത്. അപ്പോൾ 1.5 കണക്ഷൻ തന്നെയാണ് കൊടുത്തത്. കാരണം ഒരിക്കലും വെള്ളത്തിനൊരു സ്ലോവ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മൾ ചെയ്ത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ 1.25 നമുക്ക് വേണമെങ്കിൽ 1 റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടം വരെ നമ്മൾ 1.5 പൈപ്പ് ആക്കിയിട്ട് ഇത് 1.5 വാൽവ് തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ബൈപ്പാസ് ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് വാഷ് കഴിഞ്ഞിട്ടില്ല, ബാക്ക് വാഷ് ചെയ്യാൻ പോകണുള്ളൂ കേട്ടോ. കലഞ്ഞ അപ്പോൾ ആ തെങ്ങിൻ്റെ തടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ് നീട്ടിയിട്ടേക്കണം കേട്ടോ. ഈ പൈപ്പ് വേണമെങ്കിൽ നമുക്ക് ഊരിയെടുക്കാം. കംപ്ലീറ്റ് ചെളിയും പൊടിയും ഒക്കെ പോയതിന് ശേഷം മാത്രം നമ്മൾ ഫിൽറ്ററിലേക്ക് ഇടാൻ പാടുള്ളൂ കേട്ടോ. റിൻസിലേക്ക് ഇടുക, ബാക്ക് വാഷിലേക്ക് ഇടുക. അങ്ങനെ അതിൻ്റെ കംപ്ലീറ്റ് പരിപാടികൾ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഫിൽറ്ററിലേക്ക് ഇടാൻ പാടുള്ളൂ കേട്ടോ. എന്താ ഫിൽറ്റർ ചെയ്ത് കിട്ടിയ വെള്ളം ഉണ്ടാ. ഇവിടുത്തെ വെള്ളം ഓവർ പ്രശ്നങ്ങൾ നിലവിൽ ഇതേപോലെ എടുക്കുമ്പോൾ കാണിച്ചു തരുന്നില്ലെങ്കിലും ഈ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ടാപ്പ് തുറന്നപ്പോൾ കട്ട ചെളികളുണ്ട് വന്നിരുന്നു. നല്ലോണം അയണിൻ്റെ മഞ്ഞക്കറകളാണ് വന്നിരുന്നത്. അത് ഒരു ദിവസം ശരിക്കും ഒരു ടാങ്ക് വെള്ളമൊക്കെ എല്ലാ പൈപ്പിലൂടെയും പോയി കഴിഞ്ഞാലോ ആ പൈപ്പിൻ്റെ ഉള്ളൊന്ന് ക്ലിയർ ആവുള്ളൂ. കണ്ടോ, ഇത്രയും ക്ലിയർ ആയിട്ട് വെള്ളം കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വാഷ് ചെയ്യാനൊക്കെ വീട്ടുകാർക്ക് കംപ്ലീറ്റ് കാണിച്ചു കൊടുത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എല്ലായിടത്തും ഫിൽറ്റർ വെക്കണത്, അതിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടങ്ങളിൽ തന്നെ 2-3 വേറെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ എൻ്റെ വീട്ടിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ പുറമൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവിടെ ഒന്നും നമ്മൾ വീഡിയോ വിട്ടിട്ടില്ല, വീഡിയോ എടുത്തില്ല. അവിടെ ഒന്നും നമുക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിട്ട് ഓരോ വീഡിയോകളൊക്കെ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നമ്മൊരു സാധനം വെക്കുമ്പോൾ ഇത്രയും പൈസ കോസ്റ്റ് ചിലവാക്കി നമ്മൾ ചെയ്യുമ്പോൾ അത് നല്ല വൃത്തിയോടുകൂടി ചെയ്യാന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം കേട്ടോ. ആര് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള ഒരു വീഡിയോ മാത്രമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങൾ വേറെ ആളെ കൊണ്ട് ചെയ്യിക്കുമ്പോഴും നിങ്ങൾക്ക് ഇതൊക്കെ അതിലിടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ല, നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ അടിയിൽ ഞാൻ എൻ്റെ നമ്പർ വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ എവിടെയായാലും വന്ന് ചെയ്തു തരും കേട്ടോ. നിങ്ങൾക്ക് നമ്മളെ സമീപിക്കുക. നമ്മളെ കോൺടാക്ട് നമ്പർ അടിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.